നമസ്കാരം. ന്യൂസ് മലയാളം ആഫ്റ്റർനൂൺ എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജസ്റ്റിസ് ഡയസ് ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. വിചാരണ പൂർത്തിയാകും വരെ പ്രതികൾ സംസ്ഥാനം വിടരുതെന്ന് നിർദ്ദേശം. കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ കച്ചവടത്തിൽ പ്രതികരിക്കാതെ ആരോഗ്യ വകുപ്പ്. വാർത്ത പുറത്തുവന്ന് 2 ദിവസമാകുമ്പോഴും മൗനം തുടരുന്നു. മിണ്ടാതെ പ്രതിപക്ഷവും. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം വാർത്തയിൽ പ്രതികരിച്ച് എ റഹീം. ഗൗരവതരമായ സംഭവമാണെന്നും ശക്തമായ നടപടി വേണമെന്നും റഹീം. പിന്നിലുള്ള റാക്കറ്റുകളെ കണ്ടെത്തണമെന്നും ആവശ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ പാളിച്ച. ക്യാമറകളിൽ പലതും പ്രവർത്തനരഹിതം. ഓട്ടോമാറ്റിക് സുരക്ഷാ സംവിധാനവും തകരാറിൽ. അറ്റകുറ്റപ്പണിക്ക് തുക അനുവദിക്കാതെ സർക്കാരും ഭരണസമിതിയും. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയിൽ ലാഘവ സമീപനം. സെക്യൂരിറ്റി ഓഡിറ്റ് സമയബന്ധിതമായി നടപ്പാക്കുന്നില്ല. ക്ഷേത്രത്തിൽ ഇപ്പോഴുമുള്ളത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വയറിംഗ്. അഗ്നിശമന സംവിധാനങ്ങളും പരിതാപകരമായ സ്ഥിതിയിൽ. ന്യൂസ് മലയാളം 24/7 ഇൻവെസ്റ്റിഗേഷൻ. DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണം അന്വേഷിക്കുമെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. കേരളത്തിൽ ഒരിക്കലും നടക്കാനിടയില്ലാത്ത സംഭവമെന്നും മന്ത്രി. കോഴിക്കോട് 2 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ. 11 വയസ്സുകാരി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. കുട്ടിയുടെ അമ്മയുടെ നിലയും ഗുരുതരം. ഭക്ഷണം കഴിച്ചത് വയനാട് വൈത്തിരിയിലെ ബാബു ഹോട്ടലിൽ. പരിശോധന. പഴകിയ പൊറോട്ട കണ്ടെത്തി. ജീവനക്കാർക്ക് ആവശ്യമായ ആരോഗ്യ പരിശോധന കാർഡുകളില്ലെന്നും കണ്ടെത്തൽ. വാഴൂർ സോമൻ MLAക്ക് ആശ്വാസം. പീരുമേട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കില്ല. എതിർ സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ ഹർജി തള്ളി ഹൈക്കോടതി. സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന ആരോപണം. കൊടും ചൂടിൽ വെന്തുരുകി രാജ്യതലസ്ഥാനം. താപനില 50 ഡിഗ്രി കടന്നു. സംസ്ഥാനങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ. വെള്ളം പാഴാക്കുന്നവർക്ക് പിഴ ഈടാക്കാൻ തീരുമാനം. ലൈംഗികാതിക്രമ കേസിൽ പ്രതി പ്രജ്വൽ രേവണ്ണ അറസ്റ്റിൽ. അറസ്റ്റ് ബംഗളൂരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ഉടനെ പ്രജ്വലിനെ SIT ഓഫീസിലെത്തിച്ചു. പ്രജ്വൽ രേവണ്ണയുടെ പാസ്പോർട്ട് അടക്കം രേഖകൾ പിടിച്ചെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശം അവസാന ലാപ്പിൽ. അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 7 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ വിധി എഴുതും. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. കോഴിക്കോട് നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ നടപടി. കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ ഒമേഗ ബസ് ഡ്രൈവർ ശരത് ലാലിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയത് ദേശീയപാതയിൽ ഇന്നലെ വെങ്ങളത്ത്. കൈക്കൂലി കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് ഉത്തരമേഖല DIG. നടപടി SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. CI സുനിൽദാസ് ഒളിവിൽ തുടരുന്നു. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ യെല്ലോ മുന്നറിയിപ്പ് പിൻവലിച്ചു. നിലവിൽ മുന്നറിയിപ്പുള്ളത് എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ.
നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്തിൽ അന്വേഷണം ഊർജിതമാക്കി DRI. എയർ ഹോസ്റ്റസുമാരെ കേന്ദ്രീകരിച്ച അന്വേഷണം. കൂടുതൽ എയർ ഹോസ്റ്റസുമാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തൽ. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് വീണ്ടും സ്വർണം പൊട്ടിക്കൽ. വിമാനത്താവളം വഴി കോട്ടയം സ്വദേശിനി കടത്തിയ സ്വർണം കവരാൻ ശ്രമിച്ച് ബൈക്കിലെത്തിയ സംഘം. 261 ഗ്രാം സ്വർണം കസ്റ്റംസിനെ ഏൽപ്പിച്ച് കോട്ടയം സ്വദേശി രാഗശ്രീ കീഴടങ്ങി. വടകരയിലെ കാഫിർ വിവാദം ഹൈക്കോടതിയിൽ. പ്രചരണത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാണ് ആവശ്യം. ഹർജി നൽകിയത് യൂത്ത് ലീഗ് നേതാവ് PK കാസിം. കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ്. നടപടി പോൺ താരത്തിന് നൽകിയ പണത്തിന്റെ രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ 34 കേസുകളിലും ട്രംപ് കുറ്റക്കാരനെന്ന് 12-അംഗ ന്യൂയോർക്ക് ജൂറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ. നാളെ വൈകിട്ട് ധ്യാനം അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് മടങ്ങും. തിരുവള്ളൂർ പ്രതിമ സന്ദർശിക്കാനും തീരുമാനം. ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റ സംഭവത്തിൽ അക്രമികളുടെ ലക്ഷ്യം പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന 3 പുരുഷന്മാരെന്ന് ലണ്ടൻ പോലീസ്. വെടിയേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരം. ഷീല സണ്ണിക്കെതിരായ ഗൂഢാലോചനയിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്. ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് നീതി നൽകാൻ കഴിയാത്തത് സർക്കാരിന്റെ വീഴ്ച. യഥാർത്ഥ പ്രതി നാരായണദാസിനെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സംരക്ഷിക്കുന്നതെന്നും സനീഷ് കുമാർ ജോസഫ്. തലശ്ശേരിയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചത് മലപ്പുറം സ്വദേശികളായ നൌഫൽ, ജലാൽ എന്നിവരെ. ഇരുവരും തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സയിൽ. എറണാകുളം നെട്ടൂരിൽ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടി. പിടിയിലായത് കണ്ണൂർ ചെങ്ങളായി സ്വദേശികളായ ഷിഫാസും മുബീനും. പരിശോധന നടത്തിയത് കൊച്ചി ഡാൻസ് ഓഫ് സ്ക്വാഡും പനങ്ങാട് പോലീസും സംയുക്തമായി. കൊച്ചി ഇടപ്പള്ളി ഫ്ലൈ ഓവറിൽ ബസ് ഓട്ടോ ഡ്രൈവർമാർ തമ്മിൽ കയ്യാങ്കളി. തർക്കം സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട്. ഓട്ടോ ഡ്രൈവർ ബസിന്റെ ചില്ല് അടിച്ചു തകർത്തെന്ന് യാത്രക്കാർ. ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. കോട്ടയത്ത് പക്ഷിപ്പനി ആശങ്ക. 7000-ഓളം താറാവുകളിൽ വൈറസ് ബാധ. ചങ്ങനാശ്ശേരി പായിപ്പാടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 10,000-ഓളം താറാവുകളെ കൊന്നൊടുക്കാൻ തീരുമാനം. പതിമൂന്ന് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് മഴുവഞ്ചേരി മത്തനങ്ങാടി സ്വദേശി അജിത്ത്. അറസ്റ്റ് കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കിടക്കവിരി വാങ്ങിയതിൽ അഴിമതി ആരോപണം. രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന് പരാതി. രേഖകളടക്കം വിജിലൻസിന് പരാതി നൽകി സാമൂഹിക പ്രവർത്തകൻ സബീറെ. ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീം ഇന്ത്യയെന്ന് മൈക്കൽ ക്ലാർക്ക്. ഇന്ത്യയുടെ മുന്നൊരുക്കം മികച്ചതാണെന്നും ഓസ്ട്രേലിയൻ മുൻ ക്യാപ്റ്റൻ. മത്സരം നാളെ രാത്രി 8:30 ന്യൂയോർക്കിൽ. ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ 5 അയർലൻഡിനെതിരെ. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് 2 മലയാളി താരങ്ങൾ. ആശാ ശോഭന ഏകദിന 2020 പരമ്പരകളിൽ കളിക്കും. സജന സജീവിനും ടീമിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ കളിക്കുക 3 വീതം ഏകദിനം. 2020 മത്സരങ്ങളും 1 ടെസ്റ്റ്.